യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. Hero Jesus, Hero Jesus, makes us into little heroes. Hero Jesus, Hero Jesus, makes us into little heroes. ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. കിട്ടു, എന്താടാ കുടിക്കാൻ കുറച്ച് വെള്ളം തരൂടാ? കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ മീൻകറിയുടെ ചാറ് ആവശ്യത്തിന് കുടിക്കാം. അതിനെന്റെ തല വെട്ടിക്കളഞ്ഞിട്ടല്ലേ കറി വെക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാടാ മണ്ടച്ചാരെ ചാറ് കുടിക്കുന്നത്? ബിസ്ലേരി വാട്ടർ മതിയോ? അയ്യോ, നമുക്കതൊന്നും ശീലമില്ല. ഈ കുളത്തിലിട്ടാ മതി. ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് പെട്ടെന്ന് തിരിച്ചു വരാം. ആ വേല അങ്ങ് മനസ്സിലിരിക്കട്ടെ, മുങ്ങാനുള്ള പരിപാടിയല്ലേ. എന്നെ വിട്. എന്റെ പപ്പയും അമ്മയും ഇപ്പം അന്വേഷിക്കുന്നുണ്ടാവും. എനിക്ക് പോകണം. എന്നാ പിന്നെ നിന്റെ പപ്പയോടും മമ്മിയോടും ചൂണ്ടയെ കൊത്താൻ പറ. നിനക്കൊരു കമ്പനി ആവട്ടെ. മമ്മി, ദേ പൊടിമീൻ നീന്തൽ പഠിക്കുന്നു. അത് നീന്തൽ പഠിക്കുന്നതല്ലടാ, ചൂണ്ടക്കുളത്തിൽ കിടന്ന് പെടയുന്നതാ. ചൂണ്ടക്കുളത്തോ? അതെന്ത് കൊളുത്താ മമ്മി? നമ്മളെ പറ്റിക്കാൻ വേണ്ടി മനുഷ്യർ കണ്ടുപിടിച്ച സൂത്രമാണ് മക്കളെ ചൂണ്ടക്കൊളുത്ത്. അതെങ്ങനെയാ മമ്മി നമ്മളെ പറ്റിക്കുന്നത്? അവര് നിങ്ങളെ പോലെ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളാരെ പിടിച്ച് ചൂണ്ടയിൽ കൊളുത്തിയിടും. കൊതിയന്മാരായ മീനുകൾ വന്ന് വെട്ടി വിഴുങ്ങും. വെട്ടി വിഴുങ്ങിയാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അവര് തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കും. അയ്യോ, മമ്മിയുടെ പുന്നാര മക്കളെ എന്തിനാ പേടിക്കുന്നേ? നിങ്ങൾ നല്ല അനുസരണയുള്ള കുട്ടികളല്ലേ. അനുസരണയുള്ള കുട്ടികളെ ആർക്കും ചതിപ്പെടുത്താൻ പറ്റില്ല. ആന്റി പറഞ്ഞതാ ശരി. ഞാനും ചേട്ടായും അനുസരണമില്ലാത്ത കുട്ടികളായിരുന്നു. ഞങ്ങൾ പപ്പയും മമ്മയും പറഞ്ഞത് കേൾക്കാതെ തന്നെ ഇഷ്ടം പോലെ നടന്നു.
എന്നിട്ട് നിന്റെ ചേട്ടായി എവിടെയാ? ഞാൻ വെള്ളത്തിൽ കിടന്ന് പിടയുന്നു, ചേട്ടായി കരയെ കിടന്ന് പിടയുന്നു. അപ്പോ നിന്റെ ചേട്ടായിയെ അവര് ചൂണ്ടയിട്ട് പിടിച്ചോ? ആന്റി, ചേട്ടായി എന്നെ രക്ഷിക്കാൻ നോക്കിയതാ. മമ്മി മമ്മി, പൊടിമോനെ ഒന്ന് രക്ഷിക്കൂ മമ്മി. നല്ല കഥയായി. ഞാൻ പൊടിമോനെ രക്ഷിക്കാൻ നോക്കിയാ നിങ്ങക്ക് മമ്മി ഇല്ലാണ്ടാവൂ. ഇനി എന്താ മമ്മി ചെയ്യാ? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല മക്കളെ. ആപത്തിൽ അകപ്പെടാതിരിക്കാനാ നമ്മൾ നോക്കേണ്ടത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് മക്കള് കേട്ടിട്ടില്ലേ? പൊടിമോനും ഇവന്റെ ചേട്ടായും സൂക്ഷിച്ചില്ല, അതുകൊണ്ട് ദുഃഖിക്കുന്നു. വാ മക്കളെ, നമുക്ക് പോവാം. എന്താണ് ചിമ്പ നീ ചിരിക്കുന്നത്? നിങ്ങളെ മീനില്ലാത്ത കുളത്തിലാണോ ചൂണ്ടയിടാൻ പോയത്? ഇത് മീനല്ലാതെ കൊരങ്ങച്ചനാണോടാ? മൂന്നാൾക്കും കൂടി ഒരു മീനോ? ഇതെങ്ങനെയാണ് നിങ്ങൾ പങ്കിട്ടെടുക്കുന്നത്? പൊന്നു മീൻ കൊതിച്ചിയാ, അതുകൊണ്ട് പൊന്നൂന് ഞങ്ങൾ ഈ മീൻ കൊടുക്കും. അതിലും വലിയ കൊതിച്ചിയാ വരുന്നത്. അതാരാ? ഒന്ന് തിരിഞ്ഞു നോക്ക്. എന്റെ അമ്മോ, സുന്ദരി. ഈ സുന്ദരി ഇത് എങ്ങനെ മണത്തറിഞ്ഞു? നമുക്ക് വേഗം സ്ഥലം വിടാം. പൊന്നു, സുന്ദരിക്ക് കൊടുക്കാതെ തിന്നാലേ നിന്റെ വയറ് വീർക്കൂട്ടോ. ഓഫ്, അത് ഞാൻ അങ്ങ് സഹിച്ചു. വേഗം നടന്നോ. പൊന്നു, കിട്ടു, തക്കുടു, ഒന്ന് നിന്നെ. നീ പോടി മീൻ കൊതിച്ചി. കൂട്ടുകാരെ നിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയാടി കൊതിച്ചി. തക്കുടു, കുട്ട, നിനക്ക് ഒടുക്കത്തെ ഗ്ലാമറാടാ. സോപ്പ് സോപ്പ്. നിനക്കെന്താടി സുന്ദരി വേണ്ടത്? പൊന്മാനാ പറഞ്ഞത്. എന്തോന്ന്? നിങ്ങൾക്കൊരു മുഴുത്ത മീൻ കിട്ടിയെന്ന്. എനിക്കൊരു ദഹനക്കേട്. ആമവൈദ്യരാ പറഞ്ഞ് പച്ചമീൻ തിന്നാ മതിയെന്ന്. എന്ത്? പച്ചമീൻ തിന്നാ മതിയെന്ന്. അതിലും നല്ലൊരു ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം. എന്തൊറ്റമൂലി? ആമയെ പിടിച്ച് ചുട്ടു തിന്നാ മതി. നിങ്ങക്ക് ഫിഷ് മാർക്കറ്റിൽ പോയാ ഇഷ്ടം പോലെ മീൻ മേടിക്കാലോ. എനിക്കതിന് പറ്റുമോ? ഈ സുന്ദരിയെ കൊണ്ട് തോറ്റു. ഇനി മീൻ തിന്ന പൊന്നൂന് ദഹനക്കേട് വരും. അതല്ല തക്കുടു, നമ്മളെ കൊണ്ട് സുന്ദരിക്ക് ഇങ്ങനെയുള്ള ചെറിയ സഹായമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നീ അങ്ങനെ ചെയ്തു കൊടുത്തേര്. എന്നാ തിന്നോ. താങ്ക്സ് ഡാ. എടി സുന്ദരി, മുള്ള തൊണ്ടയിൽ കുടുങ്ങിയാൽ ചത്തു പോവട്ടോ. നമ്മുടെ തമ്പുവിന്റെ നിലവിളിയാണല്ലോ ആ കേൾക്കുന്നത്. അവനെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒരു കൂട്ടുകാരെ, നമുക്ക് പോയി നോക്കാം. എടാ തമ്പു, നീ എങ്ങനെയാണ് ഈ കുഴിയിൽ വീണത്? ഞാൻ കരിമ്പിൻ തോട്ടത്തിലേക്ക് പോയതാടാ തക്കുടു. ഒരു വണ്ടിനെ കണ്ടാൽ പോലും പേടിച്ച് ഓടുന്ന പേടിത്തൊണ്ടനാ. ഡാഡിയും അമ്മയും പറഞ്ഞതാ പോവണ്ടെന്ന്. ഞാൻ കേട്ടില്ല. അനുസരണക്കേട് കാണിച്ചാ ഇങ്ങനെ ഇരിക്കും. നിന്റെ കാര്യം പോക്കാ. വെറുതെ എന്നെ പേടിപ്പിക്കാതെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴി ആലോചിക്ക. പിന്നെ കുഴിയാനയല്ലേ പൊക്കിയെടുക്കാൻ. അയ്യോ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? പാവം തമ്പുവിനെ രക്ഷപ്പെടുത്താൻ എന്താ തക്കുടു ഒരു മാർഗം? ഒരു വഴിയുണ്ട്. എന്തു വഴി? ചിമ്പൂ ചിമ്പൂ ചിമ്പൂ.
അമ്മുനെ കുറ്റം പറയുന്നേ? ചില പിള്ളേര് അവനേക്കാ കഷ്ട. അത് ശരിയാ, കുട്ടികളെ വഴിതെറ്റിക്കുന്ന സാത്താന അനുസരണക്കേട്. മാണിക്കുഞ്ഞേ, എന്താണച്ചോ? നീ ഇങ്ങനെ മണിയിൽ തൂങ്ങിക്കിടന്ന് സർക്കസ് കാണിച്ചിട്ടൊന്നും കാര്യമില്ലടാ. അതെന്താണച്ചോ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? പണ്ടൊക്കെ കുരിശുമണി അടിച്ച എല്ലാ വീടുകളിൽ നിന്നും സന്ധ്യാപ്രാർത്ഥന കേൾക്കാമായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതാണോ? ആ, അച്ഛൻ പറഞ്ഞത് ശരിയാ. ഇപ്പോഴത്തെ കുട്ടിക്ക് സന്ധ്യാപ്രാർത്ഥന എന്താന്ന് പോലും അറിയില്ല. കുട്ടികളെ എന്തിനാടാ കുറ്റം പറയുന്നേ? മുതിർന്നവര് കാണിക്കുന്നത് കണ്ടല്ലേ കുട്ടികളും കാണിക്കുന്നത്. അതും ശരിയാണ്. അപ്പൻ കമ്പ്യൂട്ടറിന്റെ മുമ്പില്, അമ്മ ടിവിയുടെ മുമ്പില്, അതല്ലെങ്കിൽ മൊബൈൽ ഫോണില്. സന്ധ്യാപ്രാർത്ഥനയൊക്കെ വെറും പഴങ്കഥയായി മാറിയടാ മോനെ. ശരിയാണച്ചോ, വന്ന് ഇപ്പൊ ആർക്കും പ്രാർത്ഥിക്കാൻ സമയമില്ലാതായി. എന്തെങ്കിലും അത്യാവശ്യമുണ്ടാകുമ്പോൾ മാത്രം ദൈവത്തെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് പ്രാർത്ഥനയൊക്കെ ചുരുങ്ങിപ്പോയടാ മോനെ. ദൈവം തന്നെ അവർക്കൊരു മനമാരം ഉണ്ടാക്കി കൊടുക്കട്ടെ അച്ചോ. മാണിക്കുഞ്ഞു പൊക്കോ, എനിക്ക് മനസ്സിന് നല്ല സുഖം തോന്നുന്നില്ല. ഞാനൊന്ന് പള്ളിമേടയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കട്ടെ. ശരി അച്ചോ. ഫാദർ, കർത്താവേ, ദൈവദൂതന്മാർ. അതെ ഫാദർ. ഞാൻ സ്വപ്നം കാണുന്നതാണോ? അല്ല ഫാദർ, ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാ. കാവൽമാലാഖമാരെ കാണാൻ കഴിഞ്ഞ എന്റെ കണ്ണുകൾ ഭാഗ്യമുള്ളവയാണ്. ഫാദർ, ദൈവത്തെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്നത്. എനിക്കറിയാം മിക്കായേൽ, ഞാനിപ്പോൾ മനോവേദനയോടെ പ്രാർത്ഥിച്ചതും ആ വിഷയം തന്നെയാണ്. പലരും സ്വർഗത്തിൽ സമ്പാദ്യം കരുതി വെക്കുന്നില്ല. കള്ളന്മാരും തുരുമ്പും കീടങ്ങളും അപഹരിക്കുന്ന ഭൂമിയിലെ സമ്പാദ്യങ്ങളാണ് അവർക്ക് വലുത്. നമ്മൾ എന്താ ഗബ്രിയേൽ ചെയ്യേണ്ടത്? മാതാപിതാക്കൾ ദൈവത്തിനോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ മക്കൾ മാതാപിതാക്കളോടും അനുസരണക്കേട് കാണിക്കും. അനുസരണ ഇല്ലാത്ത കുട്ടികളാണ് ദൈവത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. റാഫേൽ, അങ്ങയുടെ ദുഃഖം ദൈവത്തിന്റെ ദുഃഖമാണെന്ന് എനിക്ക് മനസ്സിലായി. കുട്ടികളാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർ. അവരെ നടത്താൻ ഫാദർ വേണ്ടത് ചെയ്യുക. നമ്മുടെ ദൈവം എന്നിലൂടെ പ്രവർത്തിക്കട്ടെ. അയ്യോ എന്റെ അമ്മോ! എന്താ തക്കുടു? അത് ഫ്രെഡിയാ. ഏത് ഫ്രെഡി? എന്റെ ക്ലാസ്മേറ്റ്. അവന്റെ പപ്പയും അമ്മയും ജർമ്മനിയിലാ. മഹാ പോക്കിരി. ഈ ബെറ്റി എന്തിനാണാവോ അവന്റെ കൂടെ കൂട്ടുകൂടുന്നത്? അവൾ പണ്ടേ മിഠായി കൊതിച്ചിയല്ലേ. കണ്ടില്ലേ ചവച്ചടക്കുന്നത്? നിന്റെ പല്ല് എല്ലാം പുഴുപ്പല്ലാവും മടി. മിഠായി കൊതിച്ചി. മഹാ പോക്കിരി. നിങ്ങൾ വാ, നമുക്ക് അവളോടൊന്ന് സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ? മിഠായി ആണോ അതോ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണോ വലുതെന്ന് എനിക്കൊന്ന് അറിയണം. അത് ശരിയാ. നീ വാട തക്കുടു. ഹായ് ഹായ് ബെറ്റി. ബെറ്റി. എന്ത് വേണം? നീ എന്താടി ബെറ്റി ഒരു പരിചയമില്ലാത്ത പോലെ പെരുമാറുന്നത്? അതെ, ഫ്രെഡി ആയിപ്പ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഫ്രെഡിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഇവന് നമ്മുടെ ക്ലാസ്സിൽ ആരെയും ഇഷ്ടമല്ല. കാരണം ആരും ഇവന്റെ കൂട്ടുകൂടാറില്ല. നിനക്കൊക്കെ എന്നോട് അസൂയാടാ, അതാ എന്നോട് കൂട്ടുകൂടാത്തത്.
നീ പള്ളി പോവാറുണ്ടോ? സൺഡേ ക്ലാസ്സിലും വരാറുണ്ടോ? പള്ളിയിലും സൺഡേ ക്ലാസ്സിലും ഒക്കെ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതിയെന്നാ എന്റെ മമ്മി പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് അസൂയ. ഫ്രെഡി എനിക്ക് ഐസ്ക്രീമും ചോക്ലേറ്റും ലോലിപോപ്പും എല്ലാം മേടിച്ചു തരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അസൂയ. മിഠായിക്ക് വേണ്ടി ഉണ്ണീഷയെ തള്ളി പറയുന്നത് ശരിയാണോ ബെറ്റി? ഉണ്ണീഷു എനിക്ക് ഇന്നേ വരെ ഒരു മിഠായി മേടിച്ചു തന്നിട്ടുണ്ടോ? അപ്പോ നിനക്ക് ഉണ്ണീഷോയിനെക്കാട്ടും വലുത് മിഠായി ആണോടാ? അതെ, എനിക്ക് മിഠായി തന്നെയാ വലുത്. നീ വാ ഫ്രെഡി, നമുക്ക് പോവാം. അവൾ പറഞ്ഞത് കേട്ടില്ലേടാ കിട്ടു? അവൾക്ക് ഉണ്ണീഷയേക്കാൾ വലുത് മിഠായിയാണെന്ന്. അവൾക്ക് ഒരു ചെപ്പ് മിഠായി അല്ലേ അവൻ കൊടുത്തത്? മിഠായിക്ക് വേണ്ടി ഉണ്ണീഷോയെ തള്ളി പറയാൻ പാടുണ്ടോടാ? അതാണ് അവൾ പറഞ്ഞത്. ഇല്ല, എന്നാലും ഉണ്ണീഷോ നമുക്ക് ഒരു മിഠായി പോലും തന്നില്ലല്ലോ. മിഠായിക്ക് വേണ്ടിയാണോടാ നമ്മള് ഉണ്ണീഷോയെ സ്നേഹിക്കുന്നത്? അല്ലടാ, അല്ല എന്ന് ഉണ്ണീഷയ്ക്ക് അറിയില്ലേ? എന്നാലും ഒരു മിഠായി കിട്ടിയിട്ടുണ്ടെങ്കിൽ തിന്നാമായിരുന്നു. അവന്റെ ഒരു ചെപ്പ് മിഠായി കണ്ടപ്പോ പൊന്നൂന് കൊതിയായി. പൊന്നൂന് മാത്രമല്ല, എന്റെ വായിലും കപ്പൽ ഓടിക്കാം. പൊന്നൂന്റെയും തക്കുടൂന്റെയും കൊതി ആര് കണ്ടില്ലെങ്കിലും ഉണ്ണീഷോ കാണും. സത്യം സത്യം. എന്താ ഞാൻ ഈ കാണുന്നത്? എന്റെ അമ്മോ, തിന്നാലും തിന്നാലും തീരാത്ത മിഠായികൾ. വാടാ, നമുക്ക് തിന്നാം. കിട്ടു, തക്കുടു, കാവൽ മാലാഖമാർ. അത് മാലാഖമാരുടെ മിഠായി ആണോ? അല്ല, പൊന്നുവിന്റെയും കിട്ടുവിന്റെയും തക്കുടുകളുടെയും മിഠായികളാ. അതാരാ തന്നത്? ഉണ്ണീഷ തരാൻ പറഞ്ഞു, തന്നു. അയ്യേ, ഞാൻ മിഠായി കൊതിച്ചിയാണെന്ന് ഉണ്ണീഷോയ്ക്ക് മനസ്സിലായോ? ഷോ, അപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോ ഉണ്ണീഷോ കളിയാക്കുവോ? ചെലപ്പോ. അയ്യോ. കൂട്ടുകാരെ, നിങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും നിങ്ങളുടെ മാതാപിതാക്കൾ അറിയുന്നില്ലേ? അതെല്ലാം സാധിച്ചു തരുന്നില്ലേ? അതിന്റെ കോടാനുകോടി ഇരട്ടിയാണ് തനിക്ക് പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഉണ്ണീഷോവിന്റെ കഴിവ്. നിങ്ങൾ ശ്രമിക്കുക, മാർഗം തുറന്നു കിട്ടും. ആയതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ സുഖലോലുപതയെ ആശ്രയിക്കാതെ ദൈവത്തിങ്കലേക്ക് തിരിച്ചു വരിക. അങ്ങനെയെങ്കിൽ അനുസരണയില്ലാത്ത നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പക്കലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളോടും വിശ്വസ്തരായിരിക്കും. നിങ്ങൾ ദൈവത്തോട് എപ്രകാരം പെരുമാറുന്നുവോ അപ്രകാരം തന്നെ നിങ്ങളുടെ മക്കൾ നിങ്ങളോടും പെരുമാറുമെന്ന തിരിച്ചറിവാണ് ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടത്. പ്രൈസ് ദ ലോർഡ്. ഫാദർ, ബെറ്റി ഇപ്പൊ ഞങ്ങളെ അനുസരിക്കുന്നില്ല. അവൾക്ക് എന്ത് പറഞ്ഞാലും ദേഷ്യമാ. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. എന്താ ജനറ്റ്? ഫ്രാങ്കോയും ഞാനും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എപ്പോഴും വഴക്കാ. ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്ന ശീലമൊക്കെ ഇല്ലാതായി. ജനറ്റ് വിഷമിക്കേണ്ട. തെറ്റ് തെറ്റാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്കാദ്യം ആവശ്യം. ജനറ്റിനതുണ്ടായി. ഇനി രണ്ടാളും അനുതാപത്തോടെ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ബെറ്റി മാത്രമേ ഉള്ളൂ ഫാദർ. ദൈവത്തെ ഞങ്ങൾ സന്തോഷിപ്പിക്കും. ഇത്
ജാനറ്റ് അങ്ങേക്ക് തരുന്ന വാക്കാ. അങ്ങനെയാണെങ്കിൽ ബെറ്റി നിങ്ങളെയും സന്തോഷിപ്പിക്കും. അത് ദൈവനാമത്തിൽ ഞാൻ ജനറ്റിന് തരുന്ന വാക്കാണ്. എടാ, നീ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നേ? നീ എന്തിനാടി പേടിക്കുന്നത്? ഞാനൊരു രഹസ്യം പറഞ്ഞാൽ നീ ആരോടെങ്കിലും പറയോ? ഇല്ല. എന്റെ പപ്പയും മമ്മയും വഴക്കിട്ട് പിരിഞ്ഞു. എന്തു ഷോക്ക്! ഈ കാടിനുള്ളിലൊരു പുലിമടയുണ്ട്. ഞാൻ ആ പുലിമടയിലേക്ക് കയറി ചെല്ലും. പുലികൾ എന്നെ കടിച്ചു കീറി തിന്നു. അയ്യോ വേണ്ട ഫ്രെഡി, എനിക്ക് പേടിയാവുന്നു. ഞാൻ എന്തിനാ അത് ചെയ്തത് മമ്മിയും പപ്പയും അറിയണം. അതിനാ അതെന്നെ കൊണ്ടുവന്നത്. വേണ്ട ഫ്രെഡി, നമുക്ക് തിരിച്ചു പോകാം. വാ. വീട് പറ്റി, ഞാൻ വരില്ല. എന്നെ വിട്. അയ്യോ പെറ്റി ഓടിക്കോ. അയ്യോ എന്റെ അമ്മേ. കുട്ടികളെ, നിരാശ, കോപം, അലസത, ശത്രുത അതെല്ലാം നിങ്ങളെ വഴിതെറ്റിക്കും. നിങ്ങൾ ചീത്ത കുട്ടികളായാൽ തോറ്റു പോകുന്നത് നിങ്ങളുടെ മാതാപിതാക്കളല്ല, ഉണ്ണീശോ ആണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഉണ്ണീശോയെ സന്തോഷിപ്പിക്കൂ. അപ്പോൾ ഉണ്ണീശോ നിങ്ങളുടെ കണ്ണീര് തുടയ്ക്കും. ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഇനി ഞങ്ങൾ ഉണ്ണീശോയെ വേദനിപ്പിക്കില്ല. സത്യം. വഴി തെറ്റിപ്പോകുന്ന കൂട്ടുകാരെ നേർവഴിക്ക് നടത്താൻ ബെറ്റിയുടെയും ഫ്രെഡിയുടെയും കഥ നിങ്ങൾക്ക് പ്രചോദനമാവട്ടെ.